ഡയറ്റ് എടുക്കുമ്പോൾ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കഴിക്കാൻ പറ്റിയ കുറച്ച് സ്വീറ്റ്സ് ആണ്, കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കമോൺ, നമുക്ക് ആദ്യം ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ പീരീഡ്സ് ഒക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ്, നല്ലൊരു തിക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, അത് കുടിക്കാൻ ക്രേവ് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മിൽക്ക് ഷേക്ക് ആണിത്. ഈസിയാണ്, 5 മിനിറ്റിൽ ഉണ്ടാക്കാം. ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ നമുക്ക് എന്തൊക്കെ ആക്ച്വലി വേണ്ടതെന്ന് നോക്കാം. കുറച്ച് സോഫ്റ്റ് ഡേറ്റ്സും 2 നട്ട്സും എടുക്കുക. നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ന്യൂട്രലയുടെ ഫീൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ നട്ട്സ് ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട, ദാറ്റ്സ് ഓക്കെ. എത്ര ഡേറ്റ്സ് വേണമെന്നുള്ളതും നിങ്ങളുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് എടുത്താൽ മതി. ആൻഡ് അത് കുറച്ച് നേരം പാലിൽ സോക്ക് ചെയ്യാൻ വെക്കുക. ഞാൻ വല്ലപ്പോഴും സോക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാത്തപ്പോൾ നോർമൽ ഡേറ്റ്സ് ഇട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഡേറ്റ്സ് വളരെ വളരെ സോഫ്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ 99% കൊക്കോയാണ് എടുത്തേക്കുന്നത്. അത് പക്ഷേ കുറച്ച് കൂടുതൽ കയ്പുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 75 65 ഒക്കെ എടുത്താലും മതി സ്വീറ്റ്നെസ്സിനനുസരിച്ച്. പക്ഷേ ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഭയങ്കര കുറവായതുകൊണ്ടാണ് ഇതെടുത്തത്. ആഡ് ദ ചോക്ലേറ്റ് ടു ദ മിൽക്ക്. എത്ര ബാർ ഓഫ് ചോക്ലേറ്റ് വേണം എന്നുള്ളതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. കൂടുതൽ ആഡ് ചെയ്യും തോറും കുറച്ചുകൂടെ തിക്ക് ആൻഡ് റിച്ചറായിട്ട് വരും. ആൻഡ് 99% കൊക്കോ ഉള്ളത് വെറുതെ കഴിച്ചു നോക്കരുത്. ഇറ്റ്സ് സോ ബിറ്റർ. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് ഇടുക. ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വളരെ ഫൈൻ പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി. അടുത്ത നമുക്കൊരു ഈസി ചിയ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പൊ ആദ്യമല്ല കൂടെ ചെയ്യേണ്ടത് കുറച്ച് ചിയ സീഡ്സ് പാലുമായിട്ട് മിക്സ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെക്കുക. ഇഷ്ടമുള്ള പാൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് മാത്രം കഴിച്ചാൽ ഒരു നോർമൽ ബേസിക് ചിയ പുഡിംഗ് ആയി. പക്ഷേ ബേസിക് ചിയ പുഡിംഗ് ഇസ് ബേസിക്, സോ നമ്മൾ അതിനെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ആപ്പിൾ സോസ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചിയ സീഡ്, പാല് ആൻഡ് ഹണി, ഇത് മൂന്നുമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഹണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വീറ്റ്നർ. 1/2 ടേബിൾ സ്പൂൺസ് ഓഫ് ചിയ സീഡിലേക്ക് 1/2 കപ്പ് ഓഫ് മിൽക്ക് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആൻഡ് ഓവർനൈറ്റ് വെച്ചേക്കുക. അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ പകുതി ഒരു 3-4 hours ഒന്നെടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കട്ട കെട്ടാതിരിക്കും. അപ്പോൾ ആപ്പിൾ സോസിന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്ഡ് ആപ്പിൾസ് എടുക്കുക. ഒരു 2 ടീസ്പൂൺ വെള്ളവുമായിട്ട് പാനിലേക്ക് ഇടുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ്സിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. എനിക്കൊരു 2-3 ടീസ്പൂൺ ഓഫ് ശർക്കര മതിയാവും, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്, കാരണം ആപ്പിളിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ. ആൻഡ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി കാരമലൈസ് ആവുന്നവരെ മിക്സ് ചെയ്യുക. ഇത് കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രം നമ്മുടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ചിയ പുഡിങ്ങിലേക്ക് ലെയർ ചെയ്യുക. ടഡാ, യുവർ പുഡിങ് ഈസ് റെഡി. അടുത്തതൊരു പീനട്ട് ബട്ടറിൻ്റെ ഫില്ലിംഗ് ഒക്കെയല്ല, ഒരു ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കിയാലോ. നട്ട്സിൻ്റെ ഡേറ്റ്സിൻ്റെ ഒക്കെ ന്യൂട്രിയൻസുള്ള ഒരു പ്രീ വർക്കൗട്ട് സ്നാക്ക്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സും സീഡ്സും ആണോ ഉള്ളത് അതെല്ലാം ഒന്ന് ലൈറ്റ്ലി റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിൽ കാഷ്യൂ, ബദാം ആൻഡ് പിസ്തയാണുള്ളത്. അതുപോലെ കുറച്ച് ഡേറ്റ്സും സോഫ്റ്റ് ഡേറ്റ്സും ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഡേറ്റ്സിൻ്റെ പേസ്റ്റും നട്ട്സിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക. നമ്മളിത് കുഴയ്ക്കുന്നതിൻ്റെ ഇടയിൽ, ബോൾസ് ആക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം ഒരു കപ്പിൻ്റെ ഷേപ്പിലാക്കുക. അതിനകത്തേക്ക് ഈ പീനട്ട് ബട്ടർ ഫില്ല് ചെയ്യുക. ഞാനിവിടെ എടുക്കുന്നത് കംപ്ലീറ്റ്ലി നോ ആഡഡ് ഷുഗർ ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. അത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ കുഴച്ച് വെച്ചേക്കുന്ന ആ ഡേറ്റ്സിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് കവർ ചെയ്ത് ഇത് മുഴുവനായിട്ടും ഒരു ബോളാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ അവനിൽ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നല്ല ബിറ്റർ ചോക്ലേറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം 99% കൊക്കോ എടുത്താൽ മതി, കാരണം നല്ല കയ്പുണ്ടാവും. ഇല്ലെങ്കിൽ 75 65, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ചുള്ള ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. നമ്മുടെ ഈ ബോൾസ് ചോക്ലേറ്റിൽ കോട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് ഫ്രീസ് ചെയ്യുക. യുവർ ചോക്ലേറ്റ് ബോൾസ് റെഡി. വേണമെങ്കിൽ ചോക്ലേറ്റിൽ മിക്സ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഡേറ്റ്സ് ലഡുവായിട്ട് നേരത്തെ നമ്മൾ പീനട്ടിൽ ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ പുഡിംഗ് കഴിക്കട്ടെ. ഇനി ഇതുപോലെയുള്ള ഈസി ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ക്യൂട്ടീസ്.